കഞ്ചിയാർ മറ്റപ്പള്ളി കവലയിൽ കാട്ടാന ഇറങ്ങി കൃഷിദേഹങ്ങൾ നശിപ്പിച്ചു. കഴിഞ്ഞ രാത്രിയിലാണ് കാട്ടാനകൾ കൃഷിയിടത്തിലെത്തിയത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് പടക്കം പൊട്ടിച്ചാണ് കാട്ടാനയെ തുരത്തിയത്. പ്രദേശത്ത് വൈദ്യുതി വേലിയും ആഴമുള്ള ട്രെഞ്ചുമില്ലാത്തതിനാൽ കർഷകർ കാട്ടാന ഭീതിയിലുമാണ്. കാഞ്ചാർ റേഞ്ച് ഓഫീസ് പരിധിയിൽ വരുന്ന സ്വരാജ് മറ്റപ്പള്ളിയിൽ കാവടിക്കവലയ്ക്ക് സമീപത്ത് കൃഷിയിടത്തിലേക്കാണ് കാട്ടാന ഇറങ്ങിയത്. രാത്രിയിൽ ജനവാസ മേഖലയിൽ ആനയുടെ സാന്നിധ്യം ഉണ്ടായത് ജനങ്ങളെ പരിഭ്രാന്തിയിലാഴ്ത്തി. രാത്രി 11 മണിയോടടുത്ത് ഫോറസ്റ്റ് വകുപ്പിന്റെ തേക്കും പ്ലാന്റേഷൻ കടന്നാണ് ആന കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചത്. ഇതിനിടയിൽ വനം വകുപ്പിന്റെ ഭൂമിയിലെ ഒരു പന മറിച്ചിടുകയും മാടത്തന തങ്കച്ചൻ എന്ന ആളുടെ കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാന കാപ്പി, വാഴ, കപ്പ തുടങ്ങി കൃഷിദേഹങ്ങളെല്ലാം ചവിട്ടി മെതിച്ച് നശിപ്പിച്ചു. തുടർന്നും കൃഷിയിടത്തിൽ നിലകൊണ്ടതോടെ നാട്ടുകാർ മുരിക്കാട്ടുകുടി സെക്ഷൻ ഓഫീസിൽ വിവരം അറിയിക്കുകയും കാഞ്ചാർ റേഞ്ച് ഓഫീസറുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ TK സതീഷ്, S ശ്രീജേഷ്, വിൻസെന്റ് എന്നിവർ സ്ഥലത്തെത്തി നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി പടക്കം പൊട്ടിച്ചും ബഹളം കൂട്ടിയും ആനയെ വനത്തിലേക്ക് തുരത്തുകയായിരുന്നു. 3-ാം വാർഡിൽ സ്ഥിരമായിട്ട് ആനശല്യമാണ്. നമുക്ക് ഒരു കടയ്ക്ക് പോകാനോ ഒന്നും പറ്റുന്നില്ല. ഇതിനിവിടെ വഴിവിളക്കില്ല. വഴിവിളക്കിൻ്റെ കാര്യം ഞങ്ങൾ മെമ്പറോട് ഒരു 3-4 തവണ പറഞ്ഞു. ഇതുവരെ അതിനൊരു പരിഹാരം കണ്ടിട്ടില്ല. ഈ പിള്ളേരാണെങ്കിലും വൈകിട്ട് കളിയും കഴിഞ്ഞ് ഒരു 6-6:30 ആകുമ്പോഴാണ് വരുന്നത്. ഇതുപോലെ ആനശല്യമാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് എന്നാ ചെയ്യാൻ പറ്റും? ഇതിന് ഇനി എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തുക. നാട്ടുകാരും ആയുള്ള ഞങ്ങളെല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു. മെമ്പറോട് പരാതി പറഞ്ഞായിരുന്നു. മെമ്പർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അത് ഇതുവരെ അതിന് ഒരു തീരുമാനം എടുത്തിട്ടില്ല. ബാക്കി ഇത് കണ്ടതിന് ശേഷം അധികാരികൾ കണ്ണു തുറന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഇപ്പം 3-4 തവണയായി ആന ഇവിടെ കയറി വരുന്നത്. ഇന്നലെ ആണെങ്കിൽ തന്നെ വഴിയിൽ കയറി വന്നു. ഇതെന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് നാട്ടുകാരനാണ് രാത്രി തീയും കത്തിച്ച് ഇവിടെ നിൽക്കുന്നതല്ലാതെ. പുലർച്ചെ 5 മണി വരെ ഇവിടെ ഫോറസ്റ്റ് കാവലും ഏർപ്പെടുത്തി. ഒരു ഭാഗം വനവും മറുഭാഗം ജനവാസ മേഖലയുമായി ഈ പ്രദേശത്തെ കഴിഞ്ഞ വർഷവും കാട്ടാന ഇറങ്ങിയിരുന്നു. അതിനുശേഷം വനം വകുപ്പ് ട്രെഞ്ച് നിർമ്മിച്ചാണ് ആനയെ പ്രതിരോധിച്ചത്. ട്രെഞ്ചിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ട്രെഞ്ച് നികന്നതാണ് ആന ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കാരണമായത്. ഇടുക്കി വിഷൻ ന്യൂസ്, കാഞ്ചിയാർ.